ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇതാ പത്തിരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് നല്ലപോലെ പരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ആദ്യം തന്നെ കാപ്പി ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇവിടെ എല്ലാവരും ആദ്യം കാപ്പി കുടിച്ചിട്ടാണ് പിന്നെ കട്ടൻ ചായ കുടിക്കാറുള്ളത്. അങ്ങനെ കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടി എടുത്തിട്ടാണ്, തോനെ പൊടിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്, കാരണം കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ കുഴച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പരുത്തി ചൂടാണ് ചെയ്യുന്നത്. അങ്ങനെ പരുത്തലും ചൂടലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയിലെ ഉള്ളിയും അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതാ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് ആവശ്യത്തിന് ഇത്തിരി കല്ലുപ്പായിരുന്നു കേട്ടോ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അതെല്ലാം കൂടി ചിക്കനൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ ഒരു ചിക്കൻ മസാലേൻ്റെ കുറവുണ്ടെന്ന് കണ്ടപ്പം ചിക്കൻ മസാല അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം ഇതാ വേഗം വന്നിട്ട് കുക്കറിൽ അടിച്ച് വെച്ചിട്ട് അത് അവിടുന്ന് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വിരുന്ന് വന്നതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും കൂടി ഞങ്ങൾ ഡൈനിങ് ഹാളിലാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. പായൊക്കെ വിരിച്ചിട്ട് നല്ല രസമാണ്. പണ്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, പായൊക്കെ വിരിച്ചിട്ട് അങ്ങനെയൊക്കെ കിടക്കാറുണ്ടല്ലോ. പിന്നെ ചൂടുമാണ്, ഇപ്പോൾ അങ്ങനെ ബെഡ്റൂമിലൊന്നും കിടക്കലൊക്കെ കുറവാണ് കേട്ടോ, ചൂടായതുകൊണ്ട് തന്നെ. അങ്ങനെ എന്താ ആ ഒരു ബെഡ്ഷീറ്റും പായും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച് മുറ്റത്തേക്ക് വന്ന് ഉപയോഗിക്കും. ഏകദേശം ഒരു 8 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഉമ്മ അതാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മേമണ്ട് എണ്ണിക്കാമ്പുണ്ടല്ലോ, അത് ഉമ്മ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഇട്ട് ഇതാക്കാണ്. പിന്നെ അതുമ്മ രാവിലെ തന്നെ തിരുമ്പാൻ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ടോ. പിന്നെ വാഷിംഗ് മെഷീനിലിടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിവിടെ എടുത്ത് കിണറ്റിക്കരയിൽ വന്ന് കണ്ടാണ് കേട്ടോ അലക്കാറുള്ളത്. ഇത് കാണുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര നെസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. പണ്ടൊക്കെ നമുക്കിപ്പോൾ വാഷിംഗ് മെഷീനും നമ്മൾ അങ്ങനെ തോട്ടിലൊക്കെ പോയിട്ടാണല്ലോ തിരുമ്പോൾ. അന്നൊന്നും വാഷിംഗ് മെഷീൻ്റെ ഒരു ഇതില്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ ഇതൊക്കെ വന്നത്. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടോ. വീട്ടിലെത്തിയപ്പോൾ അതാ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഉണക്കാനിടാനുണ്ടായിരുന്നു. അതൊക്കെ ഉണക്കാനിട്ടിട്ട് നേരെ നമ്മളെല്ലാവരും കൂടി പോകുന്നത് മേമാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കൂടിയാൽ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കുറേ ഉമ്മാൻ്റെ അനിയത്തികൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ വിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, കുന്നമംഗലത്താണ്. അങ്ങനെ ഞങ്ങൾ മുക്കത്തെത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറിയും അല്ലാത്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ബസ്സും കയറി പോവുകയാണ് കേട്ടോ. ബസ്സിൽ ഞങ്ങൾ മുന്നിലെ സീറ്റിലാണ് പിടിച്ചിട്ടുള്ളത്. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മുന്നിലെ സീറ്റാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഇതാ 10 ആളുണ്ട്, അതുകൊണ്ട് തന്നെ 230 റുപ്യ ടിക്കറ്റും എടുത്തിട്ട് നേരെ നമ്മൾ മേമാൻ്റെ വീട്ടിലെത്തി കേട്ടോ. മേമാൻ്റെ വീട്ടിൽ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു കേട്ടോ. അത് കഴിച്ച് പിന്നെ അങ്ങനെ നടക്കാനിറങ്ങിയേ. കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല പോലെ വെള്ളം ഒഴിക്കുന്ന തോടാണ് കേട്ടോ. ഇപ്പം വേനലായതുകൊണ്ട് തന്നെ വെള്ളവും ഇല്ല, തോടിൻ്റെ സ്ഥിതിയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും മേമ ഞങ്ങൾ വരുമ്പോഴേക്കും സാമ്പാറും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മേമാൻ്റെ സാമ്പാറും ചോറും എന്ന് പറയുന്നത് വേറൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തരുന്നത്. അതുകൊണ്ട് തന്നെ മേമാനോട് ബിരിയാണിയും മന്തിയും അങ്ങനത്തെ ഒന്നും വേണ്ട, സാമ്പാറും ചോറും മതി എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് സാമ്പാറും ചോറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കേബേജ് ഉപ്പേരും ചിക്കൻ പൊരിച്ചതും ഉണ്ട്, ഇറച്ചി വരട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ പേരിനൊരു സാമ്പാറും ചോറും, ആ ഒരു സാമ്പാറും ചോറിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മളത് മതി എന്ന് പറഞ്ഞതാണ്. കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പടും അച്ചാറും ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പായസം കുടിച്ചു കേട്ടോ. എൻ്റെ മോക്കും അമ്മോൻ്റെ മോക്കും പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരക്കച്ചാറ് കയ്യിലെടുത്തും കഴിക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് നോക്കിക്കാണ്ട്. അതിന് ഈശിത എളാപ്പൻ്റെ വക കുറേ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലുണ്ടായിരുന്നതായിരുന്നേ സിപ്പപ്പ്. അങ്ങനെ സിപ്പപ്പൊക്കെ എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയലും കഴിക്കലൊക്കെ ആയിട്ടോ. ലാസ്റ്റ് മേമ വത്തക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് വത്തക്കയൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പോരുന്ന വഴിക്ക് ബസ്സിനല്ല പോകുന്നത്, ഉപ്പാൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ വൈക്കുന്ന നമുക്ക് കല്ലുമക്കായും ലൈമും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് അവിൽ മിൽക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പാക്ക് തിരക്കിട്ട് പോകാണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് പോകുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബസ് പോകുന്നവരൊക്കെ.
അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള ലഗേജ് പാക്ക് ചെയ്യലായിരുന്നു കേട്ടോ പണി. ഇനി എല്ലാവരും കൂടി ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന് വിരുന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന ടൈം വെച്ചാൽ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇരുടാവാനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ എൻ്റെ കസിൻ്റെ കൂടെയാണ് പോകുന്നത്. നേരെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിവിടെ നിന്നിട്ടാണ് പോവുക, നാളെയാണ് പോവുക കേട്ടോ. ഇവിടെ എല്ലാവരും എന്താ പറയുക വരുന്നതും അമ്മോൻ്റെ മോള് കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപാടത്തെ അമ്മായി നാരങ്ങ വെള്ളമൊക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ബൈക്കുമല പോകുന്നത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഓട്ടോയിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ പച്ചമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, മേമാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ പച്ചമാങ്ങയും ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ മുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് അതിലേക്ക് സുർക്കല്ലാത്തതുകൊണ്ട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട സുർക്ക ഉണ്ടായിരുന്നേ, അതും കൂടി ഒഴിച്ചിങ്ങാണ്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ചെറിയ മക്കൾ മുതൽ വലിയവർ വരെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. പച്ചമാങ്ങ അതുപോലെ വെള്ളം കൂടി കുടിച്ചിട്ടുണ്ട്, പിന്നെ പറയേണ്ടി വരില്ല കേട്ടോ. വരുന്നതുകൊണ്ട് തന്നെ അമ്മായി നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മുന്നിൽ വന്ന് നോക്കിയപ്പോൾ ഇത് ചെറിയൊരു കിളീൻ്റെ കൂടാണ് കേട്ടോ. ഇവിടെ പണ്ടേ ഉണ്ടാവലാണ് ഈ ഒരു കൂട്. അങ്ങനെ അത് നെയ്ച്ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ എല്ലാവരും ബാഹുബലി കാണുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അവർ ടി വിയിൽ ബാഹുബലിയും കണ്ടുകൊണ്ട് കുത്തിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ കൂട്ടത്തിൽ തന്നെ മീൻ കറിയുണ്ട്. ചിക്കൻ കൂട്ടാത്തവർക്ക് മീൻ കറിയും കൂടെ വെറുംചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ മേമാൻ്റെ വീട്ടിൽ നിന്ന് സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ ഉപ്പേരിക്ക് പയറിൻ്റെ ഉപ്പേരി ഉണ്ട്. പിന്നെ ഇത് അമ്മായി ചമ്മന്തി ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ, ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചോറൊക്കെ വെന്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരും മക്കളും വലിയവരും എല്ലാവരും ഇരുന്നിട്ട് മേമാരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും ഉമ്മ പപ്പടമൊക്കെ പൊരിച്ച് കവറിലാക്കുന്നുണ്ട് ചൂടാറാതെ വെക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രാത്രിയത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ, നല്ല റാഹത്തായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു